Hi friends, welcome to Relax and Watch. ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലായിട്ട് നമ്മൾ IRCTCയിൽ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് IRCTC എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം, പലതരം കോട്ടകൾ എങ്ങനെ എടുക്കാം, കണക്റ്റിംഗ് ട്രെയിൻ എന്താണ്, അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തത്കാൽ ബുക്കിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യൻ റെയിൽവേയിൽ തത്കാൽ ബുക്കിങ്ങിനെ കുറിച്ചാണ്. തത്കാൽ ബുക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൽവേയിൽ നോർമലി ഉള്ള സീറ്റ്സിൽ നിന്നിൻ്റെ ഒരു പെർസെൻറ്റേജ് തത്കാൽ ബുക്കിങ്ങിനായിട്ട് മാറ്റി വയ്ക്കും. അതായത് അവസാന നിമിഷ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പൈസ കൊടുത്ത് നമ്മൾ കൺഫേംഡ് ആയിട്ടുള്ള സീറ്റുകൾ എടുക്കുന്ന ഒരു രീതിയാണ് തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഇതിൻ്റെ തത്കാൽ ബുക്കിംഗ് എപ്പോഴാണ് ഓപ്പൺ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലേ ദിവസം രാവിലെ ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാവിലെ 10 മണിക്കാണ് തത്കാൽ ആരംഭിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പ് എന്നല്ല കണക്ക്. ട്രെയിൻ ആരംഭിക്കുന്ന സ്റ്റേഷനിൽ നിന്ന്, ട്രെയിൻ യാത്ര പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പ്, അതാണ് അതിൻ്റെ കണക്ക്. ഉദാഹരണത്തിന്, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്ന ട്രെയിൻ, തിരുവനന്തപുരത്ത് നിന്ന് 15-ാം തീയതി പുറപ്പെടുന്ന ആ ട്രെയിനിനെ നമ്മൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14-ാം തീയതി രാവിലെ 10 മണിക്കാണ് തത്കാൽ ഓപ്പൺ ആകുക. അതേപോലെ തിരിച്ചും, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു ട്രെയിന് 15-ാം തീയതി പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിന് നമ്മൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് തത്കാൽ ബുക്ക് ചെയ്യുകയാണ്. അത് 15-ാം തീയതി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് 2 ദിവസം മുമ്പേ ഈ ട്രെയിൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നുണ്ടായിരിക്കും. അതായത് 13-ാം തീയതി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആയിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ 12-ാം തീയതി അതിൻ്റെ തത്കാൽ ബുക്കിംഗ് ആരംഭിക്കും. അത് എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക. പ്രത്യേകിച്ച് ലോങ് ജേർണി ട്രെയിനുകൾക്ക് നമ്മൾ ഡേറ്റ് മാറിപ്പോയി അറിയാണ്ട് നമുക്ക് യാത്ര ചെയ്യേണ്ട സ്റ്റേഷൻ്റെ തൊട്ട് തലേ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ തത്കാലൊന്നും ഉണ്ടാവില്ല. അത് യാത്ര തുടങ്ങുന്ന സ്റ്റേഷൻ, ട്രെയിൻ ആരംഭിക്കുന്ന സ്റ്റേഷന് നിന്നും ഒരു ദിവസം മുമ്പ്, യാത്ര ചെയ്യുന്ന ആരംഭിക്കുന്ന ഡേറ്റിന് ഒരു ദിവസം മുമ്പാണ് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അതുപോലെ തത്കാൽ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഹൈ ഡിമാൻഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടിരുന്നോളാം. തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് രാവിലെ 10 മണിക്കാണ് ബുക്കിംഗ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ IRCTCയിൽ ലോഗിനായി റെഡി ആയിരിക്കുക. പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കയ്യിൽ റെഡി ആയിരിക്കണം. ആ സമയത്ത് കൺഫ്യൂസ് ആകാൻ പാടില്ല. അപ്പോൾ അതിന് 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഒരു മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ IRCTC അക്കൗണ്ടിൽ ആരൊക്കെയാണ് നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരൊക്കെയാണ് വരുന്നത് അവരുടെ ഒരു മാസ്റ്റർ ലിസ്റ്റ് നമുക്ക് ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. പിന്നെ ഒന്ന്, IRCTCയുടെ വാലറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാഷ് ലോഡ് ചെയ്ത് വയ്ക്കാം. ആ പൈസ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടൊന്നും, ഇപ്പോൾ PTM വാലറ്റ് പോലെ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ വാലറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും റീഫണ്ട് ഒന്നും കിട്ടില്ല. ഈ വാലറ്റിലെ പൈസ നമുക്ക് ട്രെയിനിൻ്റെ ബുക്കിങ്ങിന് മാത്രമായിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏത് തരം ബുക്കിംഗ് ആണെങ്കിലും, അത് കോട്ട ബുക്കിംഗ് ആണെങ്കിലും ശരി, തത്കാലാണെങ്കിലും ശരി, പ്രീമിയം തത്കാൽ, ഏത് ടൈപ്പ് ബുക്കിങ്ങിന് വേണമെങ്കിലും നമുക്ക് ആ പൈസ ഉപയോഗിക്കാം. അപ്പോൾ ഈ വാലറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ നോർമലി തത്കാൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നമ്മൾ യൂസർ ID പാസ്വേഡൊക്കെ കൊടുത്ത്, പിന്നെ എമൗണ്ട് കുറച്ച് കറക്റ്റാണ്, യൂസർ ID പാസ്വേഡൊക്കെ കൊടുത്ത്, പിന്നെ OTP നമ്മുടെ മൊബൈലിലേക്ക് വന്ന് അതിൽ നിന്ന് തിരിച്ച് വീണ്ടും ബാങ്ക് സൈറ്റിൽ നിന്ന് പിന്നെ തിരിച്ച് വീണ്ടും റെയിൽവേ സൈറ്റിലേക്ക് IRCTCയിലേക്ക് വന്നതിന് ശേഷമാണ് ടിക്കറ്റ് ജനറേറ്റ് ആകുന്നത്. ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും OTPയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാർഡ് കാർഡ് നമ്പർ എൻ്റർ ചെയ്യുന്ന സമയം ഉണ്ടാവും. സോ ഇതൊക്കെ നമുക്ക് വന്നിട്ട് ഡിലേ ആവും. അതേ ഇത് വാലറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ വാലറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, IRCTCയുടെ വാലറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ.
നമ്മൾ റെയിൽവേ സൈറ്റിൽ നിന്ന് പിന്നെ ബാങ്ക് സൈറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന അങ്ങനത്തെ ഒരു താമസങ്ങളൊന്നും അതിനകത്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വാലറ്റിലും പൈസ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്ത് തീർക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ നല്ല ഡിമാൻഡുള്ളൊക്കെയുള്ള റൂട്ടിലും ഡിമാൻഡുള്ള ട്രെയിനിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തത്കാല് തീരാൻ ഒരു 2 മിനിറ്റൊക്കെ ധാരാളമാണ്. മുഴുവൻ സീറ്റുകളും തത്കാലുള്ള മുഴുവൻ സീറ്റുകളും ബുക്കിംഗ് ഓപ്പൺ ആയി 2 മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ബുക്കിംഗ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. ഇത് മാസ്റ്റർ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക, ഈ വാലറ്റിൽ പൈസ ലോഡ് ചെയ്ത് വയ്ക്കുക, ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഈ വാലറ്റിൽ പൈസ ലോഡ് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പം തുടർന്നുള്ള വീഡിയോയിൽ. സോ അത് നമുക്ക് പിന്നീട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളുക, നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോളാം. ഇപ്പോൾ നമുക്ക് തത്കാൽ എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ IRCTCയുടെ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ പ്ലാൻ മൈ ജേർണി കൊടുത്തു. എനിക്കിപ്പോൾ കായംകുളത്തു നിന്ന് കോയമ്പത്തൂരത്തേക്കാണ് യാത്ര ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ആക്ച്വലി തത്കാൽ തലേദിവസം യാത്ര ചെയ്യുന്നത് തലേദിവസം തുടങ്ങുന്ന സമയം അങ്ങനെയല്ല ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇന്നാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പം അവൈലബിലിറ്റി നോക്കുമ്പോൾ 28-ാം തീയതി സൺഡേ, ഇന്ന് കായംകുളം 2696 ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 135 52% ആണ് അവർ കൺഫർമേഷൻ ചാൻസസ് പറഞ്ഞേക്കുന്നത്. ട്രിവാൻഡ്രം ചെന്നൈ എക്സ്പ്രസ് 02696 സ്ലീപ്പറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 135 ആണ്, 135 കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തത്കാൽ ബുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ട്രെയിൻ പുറപ്പെടുന്നത് ഇന്ന് വൈകിട്ട് 5:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത്. ഇനി അതിൻ്റെ ചാർട്ടിങ് 4 മണിക്കൂർ മുമ്പ് കഴിയും, അതായത് 1:15 ചാർട്ടിങ് കഴിയും. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് ബുക്ക് ചെയ്യണം. കായംകുളം ടു CB തത്കാൽ സെലക്ട് ചെയ്തു. ട്രെയിൻ നമ്പർ സെലക്ട് ചെയ്തു 2696. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തത്കാലിൽ ഇപ്പോൾ 141 സീറ്റ് തത്കാലിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് 425 രൂപയാണ്. മുമ്പേ നമ്മൾ ഓർഡിനറി തത്കാലല്ല നോർമൽ ബുക്കിങ്ങിൽ നോക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 142 ആയിരുന്നു. അതിൻ്റെ ചാർജ് ഏതാണ്ട് 270 രൂപയോളം വരും. പക്ഷേ തത്കാലം ആകുമ്പോൾ 400, അതിൻ്റെ ഒരു സർചാർജും കൂടെ ചേർന്ന് വരും, 425 രൂപ ചേർന്ന് വരും. അപ്പം 425. ഇത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ബുക്കിംഗ് പോലെ തന്നെയാണ്. ജേർണി ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അവിടെ പോയിട്ട് ആഡ് പാസഞ്ചർ നെയിം ഏജ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുന്നു. സോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോർമലാണ്. ഇപ്പോൾ തത്കാലിൽ ബുക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ തിരക്കേറിയ റൂട്ടിൽ, വളരെ തിരക്കേറിയ ഒരു ട്രെയിൻ, നല്ല ഹൈ ഡിമാൻഡുള്ള ട്രെയിനിലൊക്കെയാണ് തത്കാലിൽ ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ 2 കാറ്റഗറി ഉണ്ടാവും. തത്കാൽ ഒന്നുണ്ടാവും, ചില ട്രെയിനുകൾ പ്രീമിയം തത്കാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി ഉണ്ടാവും. പ്രീമിയം തത്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീറ്റുകൾ കുറച്ചുകൂടി അധികം പൈസ നൽകി നമുക്ക് എടുക്കത്തക്ക രീതിയിൽ റെയിൽവേ നൽകിയിരിക്കുന്ന ഒരു ഇതാണ് പ്രീമിയം തത്കാൽ എന്ന് പറയുന്നത്. അതായത് തത്കാൽ ബേസ് ഫെയറിൽ നിന്നും വീണ്ടും കൂടുതൽ പൈസ കൊടുക്കണം. തത്കാലിൻ്റെ ഏറ്റവും ബേസ് ഫെയർ എന്താണോ അതിൽ നിന്നും വീണ്ടും കൂടുതൽ പൈസ കൊടുക്കണം. അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% സീറ്റ് ബുക്കാകും തോറും 10% ചാർജ് കൂടി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ടിക്കറ്റ് ബുക്കാകും തോറും നിരക്ക് കൂടി വരുന്നത് പോലെ ഇത് ഈ പ്രീമിയം തത്കാലിൽ ഒതുക്കി വയ്ക്കുന്ന സീറ്റുകൾ ഓരോ 20% സീറ്റുകൾ ഫില്ലാകും തോറും 10% ചാർജ് കൂടിക്കൊണ്ടി വരും. അതായത് തത്കാൽ ചാർജിനേക്കായി 1.5 ഇരട്ടി വരെ ഈ പ്രീമിയം തത്കാലിൻ്റെ അവസാനത്തെ സീറ്റുകൾക്ക് ചാർജ് വരാം. സോ അങ്ങനെ കൂടി വരും. അതാണ് ഈ പ്രീമിയം തത്കാൽ എന്ന് പറയുന്നത്. അപ്പം തത്കാലൊക്കെ പെട്ടെന്ന് വിറ്റുപോകുന്ന ഒരു ട്രെയിൻ, ഒരു റൂട്ട്, ഒരു ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തത്കാൽ ബുക്ക് കറക്റ്റ് ആ ഓപ്പണിംഗ് ടൈമിൽ തത്കാൽ ബുക്ക് ചെയ്യാൻ നിൽക്കാതെ ഡയറക്റ്റായിട്ട് പ്രീമിയം തത്കാൽ ബുക്ക് ചെയ്യാൻ പോകാം. കാരണം നോർമലി എല്ലാവരും തത്കാൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലാണ് പ്രീമിയം തത്കാലിലേക്ക് പോവുക. കാരണം അതിന് ചാർജ് വളരെ കൂടുതലായതുകൊണ്ട്. ഡയറക്റ്റായിട്ട് പ്രീമിയം തത്കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്ലാബുകളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ചാർജസ് വലിയ വ്യത്യാസം വരില്ല. കൺഫേം ആയിട്ടുള്ള സീറ്റ് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇത് എല്ലാ വണ്ടിക്കും താലിക്കരി തത്കാൽ ബുക്ക് ചെയ്യണമെന്നുമില്ല, പ്രീമിയം തത്കാലം തന്നെ എടുക്കണമെന്നുമില്ല. അത് ട്രെയിനിൻ്റെ തിരക്കും റൂട്ടും ഒക്കെ അനുസരിച്ചാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഈ ട്രെയിനിൽ 141 സീറ്റുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഞാൻ പക്ഷേ
ഇതാണ് തത്കാൽ ബുക്ക് ചെയ്യേണ്ട ഒരു രീതി. ഓക്കെ, ഞാൻ പക്ഷേ ഇപ്പോൾ തൽക്കാലം ആ ട്രെയിൻ ബുക്ക് ചെയ്യുന്നില്ല, ആ തത്കാൽ ബുക്ക് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് 135 വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ തത്കാലിൽ 121 സീറ്റോളം ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് വേറെ സീനിയർ സിറ്റിസൺ കോട്ടയിൽ എന്തോളം സീറ്റ് ഉണ്ടെന്ന് നോക്കാം. അതിലൊരു 57 സീറ്റ് കാണുന്നുണ്ട്. സീനിയർ സിറ്റിസൺ കോട്ടയിൽ ഒരു 57 സീറ്റ് ഇനിയും ബുക്ക് ചെയ്യാൻ കിടപ്പുണ്ട്. അതല്ലാണ്ട് നമ്മൾ മുമ്പേ നോക്കിയ പോലെ തത്കാലിൽ 142 സീറ്റോളം കിടപ്പുണ്ട്. അപ്പം ഏതാണ്ട് 200 സീറ്റോളം ഇനിയും ബുക്കാകാൻ കിടപ്പുണ്ട്. തത്കാലിൻ്റെ 142 സീറ്റും ഇതിൻ്റെ 57 സീറ്റും. പിന്നെ അത് കൂടാണ്ട് വേറെ ഹയർ ഒഫീഷ്യൽ കോട്ട, പാർലമെന്റ് കോട്ട, ഫോറിൻ ടൂറിസ്റ്റ് കോട്ട, മിലിറ്ററി കോട്ട, അങ്ങനെ കുറേ കോട്ട ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും 220 സീറ്റോളം ഇനിയും ബുക്കാകാൻ കിടപ്പുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് 135 10-200 സീറ്റുകളോളം ബുക്കാകാൻ കിടപ്പുണ്ട്. ഇനി ട്രെയിൻ പുറപ്പെടാൻ ചാർട്ടാവാൻ ഇനിയൊരു ഇപ്പോഴത്തെ 12:45 1:15 ചാർട്ടിങ് ആവും. ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 250 രൂപ കൊടുക്കണം. 250 പിന്നെ അതിൻ്റെ ടാക്സും സർചാർജും എല്ലാം കൂടെ ചേർത്ത് 270 രൂപയോളം കൊടുക്കേണ്ടി വരും. ഈ തത്കാൽ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 450 പിന്നെ അതിൻ്റെ ചാർജസ് എല്ലാം കൂടെ ചേർത്ത് 470 രൂപ വരും. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ കറണ്ട് റിസർവേഷനിൽ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ കാണുന്ന 250 രൂപയിൽ നിന്നും പിന്നീട് ഒരു 10% കുറച്ച് 235 രൂപയും ടാക്സും എല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ 250 രൂപയ്ക്കുള്ളിൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. എനിക്കിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, അതിന് പകരം കറണ്ട് അവൈലബിലിറ്റി എടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ സമയം 12:45 ഒരു 1:15 വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. 1:15 1:20 ആകുമ്പോഴത്തേന് ചാർട്ടിങ് ആവും. ആ സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ മണി ഏതാണ്ട് 1:45. ഇപ്പോൾ ഉറപ്പായിട്ട് ചാർട്ടിങ് ആയിട്ടുണ്ടാവും. നമുക്ക് കായംകുളം ടു കോയമ്പത്തൂർ 1:15 ചാർട്ടിങ് ആണ്, കുറച്ച് ലേറ്റ് ആവും. സെർച്ച് കൊടുത്ത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ 2696 161 സീറ്റ് ഇപ്പോൾ കറണ്ട് അവൈലബിലിറ്റി ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ മുമ്പേ നോക്കിയപ്പോൾ 135 വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ചാർട്ടിങ് ആയി കഴിഞ്ഞപ്പോൾ ആ തത്കാൽ സീറ്റ് ബാക്കി ഉണ്ടായിരുന്നത്, സീനിയർ സിറ്റിസൺ സീറ്റ് ബാക്കി ഉണ്ടായിരുന്നത്, അങ്ങനെ പല കോട്ടകളിൽ അതെല്ലാം പോകെ 161 സീറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 230 രൂപയേ ഉള്ളൂ. മുമ്പേ ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റിന് ജനറലിൽ 250 രൂപയായിരുന്നു. തത്കാലം നോക്കുമ്പോൾ 450 രൂപയായിരുന്നു. അതേ ടിക്കറ്റാണ് ഇപ്പോൾ വന്നിട്ട് വെറും 230 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 161 സീറ്റ് അവൈലബിൾ ഉണ്ട്. ഇത് എല്ലാ കണ്ടീഷനിലും ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ പാടില്ല. തത്കാലം ഇപ്പോൾ അവൈലബിൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ആ സമയത്ത് തത്കാൽ സീറ്റ് ഇഷ്ടംപോലെ അവൈലബിൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ അല്ലാതെ ഇപ്പോൾ ട്രെയിൻ തിരക്കുള്ള സമയവും തിരക്കുള്ള റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഈ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കാൻ പാടില്ല, ഡയറക്റ്റായിട്ട് തത്കാലം എടുത്തു പോകുക. ഓക്കെ, ഇപ്പോൾ കറണ്ട് അവൈലബിലിറ്റി 161 ക്ലിക്ക് ചെയ്യുന്നു. പാസഞ്ചർ ഡീറ്റെയിൽസ് എഗ്രി. ഇതിൽ നോക്കി സെലക്ട് പാസഞ്ചറിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നടുക്കായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ആഡ് ന്യൂ, ആഡ് ഇൻഫൻറ്റ്, ആഡ് എക്സിസ്റ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തത്കാലം എടുക്കുമ്പോൾ എപ്പോഴും മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതാണ് ഈ ലാസ്റ്റിലത്തെ ആഡ് എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണോ പാസഞ്ചറിനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിക്കോളും. നമ്മൾ ഓരോ പാസഞ്ചറിൻ്റെയും പേരും വയസ്സും ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതിന് താഴെ പേ ത്രൂ, ക്രെഡിറ്റ്, ഡെബിറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തോളാം. ഇപ്പോൾ അടുത്തത് വാലറ്റ്, അടുത്ത ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാലറ്റ് സെലക്ട് ചെയ്യുകയാണ്. IRCTC വാലറ്റിൽ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ ഇതിലൊക്കെ പോയിട്ട് തിരിച്ചു ചുറ്റിക്കറങ്ങിയൊക്കെ വരേണ്ട സമയമെല്ലാം ഇവിടെ ലാഭിക്കാം. കൊടുക്കുന്നു. ഇപ്പോൾ ഒരു OTP നമ്പർ വന്നു കഴിഞ്ഞു. 426223 പേ. ടിക്കറ്റ് അപ്പം തന്നെ ജനറേറ്റ് ആയി കഴിഞ്ഞു. മറ്റേ ബാങ്കിൽ പോയി, ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടെ നമ്മൾ യൂസർ ID പാസ്വേഡ് കൊടുത്തു, പിന്നെ OTP വന്നു, അത് പ്രോസസ്സായി തിരിച്ച് IRCTCയുടെ വെബ്സൈറ്റിൽ വന്നു. ഈ താമസങ്ങളൊന്നും ഇതിനകത്തില്ല. നമ്മൾ കൊടുക്കുന്നു, OTP കൊടുക്കുന്നു, അടുത്ത സെക്കൻഡിൽ ടിക്കറ്റ് ജനറേറ്റ് ആകാം.
പിന്നെ അതുപോലെ റീഫണ്ടിനും ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ റീഫണ്ട് വാലറ്റിൽ വന്ന് കിടക്കും. മറ്റേ നോർമൽ IRCTCയിലാണെന്നുണ്ടെങ്കിൽ നോർമൽ നെറ്റ് ബാങ്കിങ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3-4 ദിവസം എടുക്കും നമുക്ക് പൈസ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ. അപ്പം ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന രീതി. മെയിനായിട്ട് ഈ വീഡിയോ തത്കാൽ വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത്, തത്കാൽ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പം ഇത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ചെറിയ ഡീവിയേഷൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ രീതിയിലും നമുക്ക് തത്കാൽ മാത്രമല്ല, തത്കാൽ എടുക്കേണ്ട സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കൺഫേം ആയിട്ടുള്ള സീറ്റ് എടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ പാർട്ട് കാണിച്ചത്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. തത്കാലം ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒന്ന്, നമ്മളതിന് നല്ല പ്രിപ്പയർഡ് ആയിരിക്കണം. 1-2 പ്രാവശ്യം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ്, ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 1-2 പ്രാവശ്യം ആദ്യം തന്നെ കൊടുത്ത് നമ്മളൊരു ബുക്കിംഗ് ഫോം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഐ വാലറ്റ് വന്നിട്ട് ക്രിയേറ്റ് IRCTCയിലുള്ള ഐ വാലറ്റ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് പേയ്മെൻറ്റ് നടക്കും. പിന്നെ റൂട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് പക്കയായിട്ട് മനസ്സിൽ നിന്നോണം. സ്റ്റേഷൻ കോഡ് ഇതെല്ലാം വന്നിട്ട് ഓർത്ത് വെച്ചേക്കുക. പെട്ടെന്ന് അടിച്ചടിച്ച് പോകണം, കാരണം വളരെ പെട്ടെന്ന് തീരുന്നതാണ് ഈ തത്കാൽ സീറ്റ് എന്ന് പറയുന്നത്. നോർമൽ ഇപ്പോൾ ഈ കോവിഡ് സീസൺ ആയതുകൊണ്ടാണ് ഈ തത്കാൽ സീറ്റുകളൊക്കെ ഇങ്ങനെ ലാസ്റ്റിലേക്ക് കിടക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഈ ട്രെയിനിൽ തന്നെ തത്കാൽ സീറ്റൊക്കെ പെട്ടെന്ന് വിട്ടുപോകുന്ന. വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഐ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആധാർ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അമ്മാതിരി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.